പണ്ടുകാലം മുതലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായ നഴ്സറി പദ്യങ്ങളാണ് ജോണി ജോണി യെസ് പപ്പ, റെയിൻ റെയിൻ ഗോയവേ എന്നല്ല. എന്നാൽ ഇതിലൊക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണെന്ന ഒരു വിചിത്ര പ്രസ്താവനയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രി. ഉത്തർപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായയാണ് പാശ്ചാത്യ നഴ്സറി റൈമുകളെക്കുറിച്ച് വിചിത്ര വിമർശനവുമായി കടന്നു വന്നത്. ഈ റൈമുകളുടെ സന്ദേശം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്കൂൾ പാഠ്യ പദ്ധതിയിൽ നിന്ന് ഇതൊക്കെ ഉടനെ എടുത്തു മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ മൺസൂണിൻ്റെ പ്രാധാന്യത്തെ തള്ളിപ്പറയുന്ന സ്വാർത്ഥ വീക്ഷണത്തെയാണ് റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ട് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളുമായുള്ളൊരു സംഭാഷണത്തിനിടെ മന്ത്രി പറഞ്ഞു. ഇത് എന്താണ്? ലിറ്റിൽ ജോണി കളിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ അവൻ മഴയോട് അവിടെ നിന്നും പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതിനാൽ മഴ വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഈ ജോണിക്ക് കളിക്കാൻ വേണ്ടി മഴ മാറാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത്. ഇവിടെ ജോണി സത്യസന്ധതയില്ലായ്മ പ്രോത്സാഹിപ്പിക്കുന്നു. മഴയെ ഒരു അനുഗ്രഹമായി കാണുന്ന ഒരു സംസ്കാരത്തോടുള്ള അവഹേളനമായിട്ടാണ് ജോണി മഴ വേണ്ട എന്ന് പറയുന്നതും ഉപാധ്യായ പറയുന്നു. ജോണി ജോണി യെസ് പപ്പ എന്ന പാട്ടിനെയും മന്ത്രി വിമർശിച്ചു. ഇത്തരം ഇംഗ്ലീഷ് റൈമുകൾ ഇന്നത്തെ യുവാക്കൾക്ക് ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നില്ല എന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ എന്ന വരിയിലാണ് BJP നേതാവ് പ്രശ്നം കണ്ടെത്തിയത്. മാതാപിതാക്കളോട് കള്ളം പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി ഇത്തരം പാട്ടുകളാണെന്നും മന്ത്രി പറയുന്നു. ഈ ആഴ്ച ആദ്യം ആഗ്രയിൽ നടന്ന സർക്കാർ പ്രൈമറി സ്കൂളുകളിലെ അഡ്ഹോക് അധ്യാപകരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ലക്നൌവിലെ പ്രമുഖ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഈ വിവാദ പ്രസ്താവനകൾ നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ വിചിത്ര പരാമർശങ്ങൾ നടത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ മന്ത്രിക്കെതിരെ ട്രോളുകൾ വ്യാപകമായി. ഇന്ത്യയുടെ പുരാതനമായ ഗുരു ശിഷ്യ പരമ്പരയെ അധ്യാപകർ മുറുകെ പിടിക്കണം. കേവലം ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ എന്നതിലുപരി ഒരു ഗുരു എന്ന നിലയിലേക്ക് നമ്മുടെ അധ്യാപകർ ഉയരണമെന്നും കൂടെ അദ്ദേഹം പറയുന്നു. ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ടാൽ ആർക്കും ഒരു പുതുമ തോന്നുകയുമില്ല. എന്നാൽ പുറത്ത് നിന്നുള്ള ഒരാൾ ഇത്തരം വാർത്തകൾ കേട്ടാൽ അത് നമ്മുടെ രാജ്യത്തെ ആകെ മാനം കെടുത്തുന്ന ഒരു വിഷയമായി മാറും. ഉള്ളി പോക്കറ്റിൽ ഇട്ടിരുന്നാൽ ചൂട് കുറയുമെന്ന് പറയുന്നവരും വിവാഹത്തിന് ദോഷം മാറാൻ വേണ്ടി ആദ്യം പട്ടിയെയോ പശുവിനെയോ അല്ലെങ്കിൽ വാഴയെയോ കല്യാണം കഴിക്കണം എന്ന് പറയുന്നവരുമൊക്കെയുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ട് നിരോധിക്കണം എന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല.